ഹലോ ഗായ്സ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിനകത്ത് നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് അതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സ്ട്രിങ് രണ്ട് പാർട്ടായിട്ടായിരുന്നു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ടാണ് നമ്മൾ വരുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എം കോഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഓൾറെഡി സ്ട്രിങ്ങിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രിങ് എന്താണ്, അതിന്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് സ്ട്രിങ് ഓപ്പറേഷൻസ്, ഫോർമാറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്ട്രിങ് സ്ലൈസിങ്, അതുപോലെ തന്നെ സ്ട്രിംഗ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോ എടുക്കാം. സോ ആദ്യം സ്ട്രിംഗ് സ്ലൈസിങ് എന്താണ്? സോ സ്ലൈസിങ് എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? സ്ലൈസ് എന്ന് വെച്ചാൽ അരി അല്ലേ. സോ സ്ലൈസിങ് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിങ്ങിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈസുകളാക്കി മാറ്റാൻ പറ്റും. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കാൻ പോവാണ്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു, ഓക്കെ ഞാനിവിടെ ഹലോ വേൾഡ്, ഓക്കെ ഹലോ വേൾഡ് എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി എന്താണ് സ്ലൈസ് ചെയ്യുക? സ്ലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പീസാക്കി മാറ്റുക. ഓക്കെ, സോ അതെങ്ങനെ നോക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രിങ് ഒരു ഇൻഡെക്സ്ഡ് അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാകും, ഇൻഡെക്സ്ഡ് ആണ്. സോ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ഓരോ ഇൻഡെക്സിലും ഓരോ ക്യാരക്ടേഴ്സ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ സ്ലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഹലോ വേൾഡ് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് എന്താ സംഭവിക്കുക? ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് കിട്ടും അല്ലേ, അല്ലാണ്ട് വേറെ സംഭവിക്കാൻ പോകില്ല. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ എന്ത് കിട്ടി? ഹലോ വേൾഡ് കിട്ടി. നമുക്ക് ഇതിനകത്ത് ഫുള്ള് വേണ്ട. ഈ സ്ട്രിങ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഇതിനകത്ത് ഹലോ എന്ന് പറയുന്ന പോർഷൻ മാത്രം കാണിക്കണം എന്ന് വിചാരിക്കാം. സോ അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എച്ച് എന്ന് പറയുന്നത് സീറോത്ത് ഇൻഡെക്സിലാണ്. ഈ വൺ ഇൻഡെക്സിൽ ഫസ്റ്റ് എൽ ഈസ് 2, സെക്കൻഡ് എൽ ഈസ് 3 ആൻഡ് ഒ ഈസ് അറ്റ് 4 ഇൻഡെക്സ്, റൈറ്റ്? സോ നമ്മൾ ഈ ഒരു സീറോത്ത് ഇൻഡെക്സ് മുതൽ നാലാമത്തെ ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഹലോ വേൾഡിൻ്റെ അകത്ത് ഹലോ മാത്രം കിട്ടണമെങ്കിൽ സീറോത്ത് ഇൻഡെക്സ് മുതൽ ഫോർത്ത് ഇൻഡെക്സ് വരെയുള്ള സാധനമാണ് വേണ്ടത്. സോ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ്. സോ ഒരിക്കലും 1 അല്ല. ഓക്കെ, ഇപ്പം നമ്മൾ എ ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? നമുക്ക് എച്ച് കിട്ടത്തില്ല. നമുക്ക് പകരം എന്തേ കിട്ടുള്ളൂ? ഇയെ കിട്ടത്തുള്ളൂ. സോ ശ്രദ്ധിക്കുക, ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ മുതലാണ്. സോ നമ്മുടെ കേസിൽ അപ്പോൾ സീറോത്ത് ഇൻഡെക്സിൽ എച്ച് ഉണ്ട്. സോ ഇതിന് നമുക്ക് കിട്ടി, എച്ച് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഓ വരെ വേണം. സോ നമ്മൾ എന്ത് ചെയ്യണം? എച്ച് മുതൽ ഓ വരെയുള്ള പോർഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ എച്ചിന്റെ സീറോത്ത് ഇൻഡെക്സ് മുതൽ നിന്ന് ഓയുടെ നാലാമത്തെ ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? സോ അതിന്റെ സിൻടാക്സ് എങ്ങനെയാണ്? ആദ്യം എ ഓഫ്, സോ എച്ചിന്റെ ഇൻഡെക്സ് നമ്മൾ എവിടെ മുതലാണ് വേണ്ടത്? സോ അത് നമ്മൾ ആദ്യം കൊടുക്കുക 0. അതിനുശേഷം ഒരു കോളൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എത്രാമത്തെ ഇൻഡെക്സ് വരെയാണ് വേണ്ടത്? 1 2 3 4 5 അല്ലേ? 0 1 2 3 4. ഓക്കെ, സോ നാലാമത്തെ ഇൻഡെക്സ് വരുന്നത് O ആണ്. സോ നമ്മളിവിടെ 4 ഇട്ടെടുത്ത് എന്താ സംഭവിക്കുക? ജസ്റ്റ് നോക്കാം. 4 ഇട്ടെടുത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്കൊരു O മിസ്സിംഗ് ആണ് അല്ലേ. അതെന്താ അങ്ങനെ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള കാര്യം ഇതാണ്, ഫസ്റ്റ് ഇൻഡെക്സ് ഇൻക്ലൂസീവ് ആണ്. ഓക്കെ, ഇൻക്ലൂഡഡ് ആയിരിക്കും. ലാസ്റ്റ് ഇൻഡെക്സ് എക്സ്ക്ലൂഡഡ് ആണ്. സോ നമുക്ക് O കിട്ടണമെങ്കിൽ ഓയുടെ ഇൻഡെക്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. സോ O ഉള്ളത് നാലാമത്തെ ഇൻഡെക്സിലാണെങ്കിൽ നമുക്ക് O വേണമെങ്കിൽ 4 അല്ല കൊടുക്കേണ്ടത്, പകരം എന്താ കൊടുക്കേണ്ടത്? 5 കൊടുക്കുക. ഇനി നോക്കാം, നമുക്ക് വെരി ഈസി കിട്ടി അല്ലേ. നമുക്ക് വേൾഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സോ സീറോത്ത് ഇൻഡെക്സിൽ കിട്ടി, സീറോത്ത് ഇൻഡെക്സ് മുതൽ O വരെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വേൾഡ് ആണ് വേണമെങ്കിൽ എന്ത് ചെയ്യുക? എണ്ണി നോക്കാം. 0 1 2 3 4 5 6. സ്റ്റാർട്ട് വിത്ത് 6 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 7 8 9 10 10. ഓക്കെ, അപ്പൊ നമുക്ക് 10 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്മൾ കൊടുത്താൽ എന്താ സംഭവിക്കുക നോക്കാം. 10 കൊടുത്താൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ഡി കിട്ടത്തില്ല. അപ്പൊ നമുക്ക് 11 കൊടുക്കാൻ പറ്റുമോ? 11 കൊടുത്താൽ എന്താ സംഭവിക്കുക? 11 കൊടുത്താൽ നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടും. ആക്ച്വലി 0 1 2 3 4 5 6 7 8 9 10. ഇവിടെ 10 വരെ ഇൻഡെക്സേ ഉള്ളൂ. നമുക്ക് 11 ഇൻഡെക്സ് സത്യം പറഞ്ഞാൽ ആരില്ല, ഒരു വാല്യൂ ഇല്ല. ഓക്കെ, പക്ഷെ നമ്മൾ 11 കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഹലോ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് വേണ്ട, ജസ്റ്റ് 11 കൊടുത്താൽ സംഭവിക്കുക എന്ത് കിട്ടും? എറർ കിട്ടി. കാരണം എന്താ? 11 ഇൻഡെക്സിന് ആളില്ല. പക്ഷെ ഇവിടെ നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇല്ലാത്ത ഇൻഡെക്സ് കൊടുക്കേണ്ടി വരും, കാരണം അത് എക്സ്ക്ലൂഡഡ് ആണ്.
സോ ആ കാര്യം ശ്രദ്ധിക്കാം. ഇനി വേറൊരു കാര്യം, ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റിലകത്ത് നമ്മൾ ഒരു നമ്മൾ 6 കൊടുത്തു, 11 കൊടുത്തു, നമുക്ക് വേൾഡ് എന്ന് കിട്ടി അല്ലേ, കറക്റ്റ് വേൾഡ് കിട്ടി. ഇനി നമുക്ക് അടുത്ത കാര്യം ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ 11 കൊടുത്തില്ല, അപ്പം എന്താ സംഭവിക്കാൻ പോവാ, ജസ്റ്റ് നോക്കാം. ഒന്നും കൊടുത്തില്ല, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വല്ല ഇൻഡെക്സ് എടുക്കുമെന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം. ഓ നൈസ്, 11 കൊടുക്കാത്തപ്പോഴും എന്ത് കിട്ടി, വേൾഡ് കിട്ടി. അപ്പോൾ ഒരു ഗുണം എന്താ, നമുക്ക് ഇങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, എവിടെ നിന്നാണോ വേണ്ടത് അത് കൊടുത്താൽ മതി, അവസാനം കൊടുക്കേണ്ട ആവശ്യമില്ല. നൈസ് അല്ലേ? സോ നമ്മൾ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. സോ അത് മനസ്സിലാക്കി വെക്കാം. സോ ഇനി നമുക്ക് വേൾഡ് മുതൽ, ഇനി നമുക്ക് ഹലോ മുതൽ വേൾഡ് വരെ, സോറി ഹലോ വേണം എന്ന് വിചാരിക്കാം. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഹലോ തുടങ്ങുന്ന എവിടെ നിന്ന്, 0th ഇൻഡെക്സിൽ മുതൽ എവിടെ മുതൽ 5ാമത്തെ ഇൻഡെക്സ് കൊടുക്കണം അല്ലേ? കാരണം 5ാമത്തെ ഇൻഡെക്സിലാണ് ആരുള്ളത്, ഈ 5ാമത്തെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ സ്പേസ് ആണ്. സ്പേസിന്റെ ഇൻഡെക്സ് അത് എക്സ്ക്ലൂഡ് ആയത് കാരണം അത് കൊടുക്കണം. സോ 4 കൊടുക്കാൻ പറ്റില്ല. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ഫസ്റ്റ് പോർഷൻ നമ്മളൊന്ന് കളഞ്ഞു എന്ന് വിചാരിക്കുക. സോ എന്താ സംഭവിക്കുക, ഓ അവിടെയും എന്ത് കിട്ടി, കിട്ടി. അപ്പൊ ഒരു കാര്യം നമുക്ക് ഇന്ന് മനസ്സിലായി. സോ ഒരു അറ്റമാണെങ്കിൽ അത് ഫസ്റ്റ് ആവാം അല്ലെ ലാസ്റ്റ് ആവാം, അതിന് ഇൻഡെക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ജസ്റ്റ് സ്പേസ് ഇട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്തെടുക്കും, 0th ഇൻഡെക്സ് എടുക്കുന്നതാണ്. ഇനി ഇവിടെ സ്പേസ് കൊടുത്താൽ എന്ത് സംഭവിക്കും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ എണ്ണിയിട്ട് എന്ത് ചെയ്യും, അത് എത്രയാണോ അത് തീരുന്നത് അതിന് ഇൻഡെക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് 11 എന്ന് അവർ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ വെരി ഈസിയാണ്. സോ ഇതാണ് സ്ലൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യം കൂടി നോക്കാം. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്തിപ്പം, ഓക്കെ ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഒരു 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 സെൻറ്റൻസ് ആണ്, എനിക്ക് ഈ ഇത്ര മാത്രം വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എണ്ണി നോക്കണം അല്ലേ? സോ നമുക്ക് ഈ അമെറ്റ് എന്ന് പറയുന്ന ഇത് മാത്രം വേണമെന്ന് വിചാരിക്കാം. സോ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എണ്ണി 0 1 2 എന്ന് എണ്ണിയിട്ട് ഇത് എവിടെയാണ് ഈ സ്പേസ്, സോറി ഈ എ എവിടെയാണോ ആ ഇൻഡെക്സ് കണ്ടുപിടിക്കണം, എങ്കിലേ അതിൽ കിട്ടുള്ളൂ. സോ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇത്ര ആയതുകൊണ്ട്, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെക്കാട്ടിലുണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് എണ്ണാൻ പറ്റും, ചില കാര്യം നമുക്ക് എണ്ണാൻ പറ്റില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് വലിയൊരു സ്ട്രിങ്, അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഈ ഒരു ഇത് മാത്രം കിട്ടണമെന്ന് വിചാരിക്കുക. സോ ഇത് എണ്ണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെരി വെരി ഡിഫിക്കൽട്ടാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. സോ അതെന്താ നോക്കാം. സോ നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒന്നുമല്ല, വെരി സിമ്പിൾ ആണ്. നമുക്ക് നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണാം. ഓക്കെ ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണാൻ പറ്റും. സോ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, -1 ആയിരിക്കും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതി കാണിക്കാം. സോ ഇൻഡെക്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഓക്കെ ഇതിന്റെ ഓർഡർ ഇങ്ങനെ വരുന്നത്, ജസ്റ്റ് ഹാഷ് ഇടാം. ഓക്കെ, സോ ഇൻഡെക്സ് ഇങ്ങനെ വരിക 0 1 2 3 4 5 അങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ, ഇനി അവിടുന്ന് കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കും, നമുക്ക് ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും, ഇത് ഡയറക്ഷൻ അങ്ങോട്ടാണെങ്കിൽ. ഓക്കെ, ഇനി തിരിച്ച് ഇങ്ങോട്ടാണെങ്കിലോ, ഇങ്ങോട്ടാണെങ്കിൽ ഇതിനൊരു മാർഗം -1, ഓക്കെ -2 -3 ഇങ്ങനെയാണ് തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് എണ്ണാൻ പറ്റും. ഓക്കെ, നമുക്ക് എങ്ങനെ നോക്കാം. എന്നാൽ ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്തിടാൻ പോവാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ എന്ത് മനസ്സിലായി, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. സോ ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പോൾ 0th ഇപ്പോൾ ഈ ഒരു ടേബിൾ, സോറി ഈ ലോറം എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 0th ഇൻഡെക്സിലുള്ളത് L ആണ്. ഫസ്റ്റ് ഇൻഡെക്സിൽ O ഉണ്ട്, സെക്കൻഡ് ഇൻഡെക്സിൽ R ഉണ്ട്, തേർഡ് ഇൻഡെക്സിൽ E ഉണ്ട്, ഫോർത്ത് ഇൻഡെക്സിൽ M ഉണ്ട്. തിരിച്ച് നോക്കുകയാണെങ്കിലോ -1 ഇൻഡെക്സിൽ M ഉണ്ട്, -2ൽ E ഉണ്ട്, -3ൽ R ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ പറയാണ് ഫസ്റ്റ് ഇൻഡെക്സിൽ 0th ഇൻഡെക്സിൽ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്ത് സംഭവിക്കും, 0th ഇൻഡെക്സിൽ ആരുണ്ട്, L ഉണ്ട്. ഓക്കെ, L ഉണ്ട്. ഇനി തിരിച്ച് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇയാൾ എന്ന് പറയുന്നത് -1 -2 -3 -4 -5. നമുക്ക് എന്ത് ചെയ്യാം, ഒരു -5 കൊടുക്കാം. -5 എടുത്തിട്ട് പ്രിന്റ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, L തന്നെ കിട്ടും. ഓക്കെ നൈസ്. സോ ഇത് ഫസ്റ്റ് സെറ്റ് ആണെങ്കിൽ സെക്കൻഡ് സെറ്റ് നോക്കാം. ഓക്കെ, എന്നാൽ ഇത് L നെ കുറിച്ചായിരുന്നു അല്ലേ. സോ ഇത് L ആണ്.
സോ നമുക്ക് ഹാഷ് എൽ എന്നിടാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓയെ കുറിച്ച് പറയാം. ഓക്കെ, ഓ ലോറം അല്ലേ, ഓനെ കുറിച്ച് പറയാം. ഓ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് എന്താക്കാം. ഓക്കെ, ഓ എന്ന് പറയുന്നത് ആക്ച്വലി ഫസ്റ്റ് സീറോത്ത് ഇൻഡെക്സിൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ആളാണ് അല്ലേ. സോ ഫസ്റ്റ് ഇൻഡെക്സിൽ ഓ ഉണ്ട്. ഓക്കെ, തിരിച്ച് നോക്കുകയാണെങ്കിലോ -1 -2 -3 -4 -5 സോറി -1 -2 -3 -4 -5 രണ്ടും -5 ആണോ? വാട്ട് ഹാപ്പൻഡ് നോക്കാം. -4 എടുക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എന്ത് കിട്ടി? -5 എൽ ഉണ്ടെങ്കിൽ -4 ഓ ഉണ്ട്. സോ എന്ത് മനസ്സിലായി? -1 -2 -3 -4 ഓ ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡെക്സ് 0 1 എന്ന് വരും, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ -2 -1 -2 എന്ന് വരും. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് പോർഷനോട്ട് പോവാം. ഇനി കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഞാൻ എനിക്ക് ഇപ്പോൾ ഈ ഓ മുതൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വേറെ വേരിയബിൾ എടുക്കാം. ഹലോ വേൾഡ് തന്നെ എടുക്കാം, കുറച്ചുകൂടെ സൗകര്യം. ഓക്കെ ഓക്കെ, ഹലോ വേൾഡ്. ഈ ഹലോ വേൾഡിനെ നമുക്ക് മൈനസ് ഇൻഡെക്സ് വെച്ച് വേൾഡിനെ എങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം? ഓക്കെ, അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഇൻഡെക്സ് വെച്ച് എങ്ങനെ പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് അല്ലേ, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡബ്ല്യൂയുടെ ഇൻഡെക്സ് നോക്കാം. ഡബ്ല്യൂയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 6th പൊസിഷൻ ആണ് അല്ലേ. 0 1 2 3 4 5 6. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറഞ്ഞു? ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അത് അവസാനത്തെ ഇൻഡെക്സ് വരെയുള്ള വാല്യൂ എടുത്തോളൂ നമ്മൾ പറഞ്ഞു. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? വേൾഡ് കിട്ടി. ഇനി ഇതിനെങ്ങനെ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിൽ പറയാൻ പറ്റും? നെഗറ്റീവ് ഇൻഡെക്സിൽ പറയണമെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്യാം. അവിടെയും എന്താണ് നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇത് -1 -2 -3 -4 -5. സോ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് കൊടുക്കണം? -5 മുതൽ, ഓക്കെ -5 എന്ന് പറഞ്ഞാൽ ഡബ്ല്യു, -5 മുതൽ എവിടെ വരെ വേണം? ഈ ഡി വരെ വേണം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്ത് അവസാനം മുതൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റൺ ചെയ്താൽ എന്ത് കിട്ടും? വേൾഡ് എന്ന് കിട്ടി. സോ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? -1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധം ഇല്ലതാനും. ഓക്കെ, ജസ്റ്റ് -1 കൊടുത്തു കഴിഞ്ഞാലും വേൾഡ് കിട്ടും. സോറി, എക്സ്ക്ലൂഡർ ആണ്, അപ്പോൾ നമ്മൾ 0 കൊടുക്കേണ്ടി വരും. സോറി, 0 കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്നും ഇടാണ്ടിരിക്കാനേ പറ്റുള്ളൂ. 0 ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? 0 ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഒന്നും വരത്തില്ല, കാരണം 0th ഇൻഡെക്സ് എടുക്കുന്നത് ഇവിടെയാണ്. സോ ഇവിടെ മുതൽ ഇവിടെ എന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ലൂപ്പിൻ്റെ അകത്ത് ലെറ്റേഴ്സോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ ഒന്നുമില്ല. സോ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾക്ക് വേറെ കാര്യം, ഈ ഹലോയെ കുറിച്ച് നോക്കാം. ഹലോ നമ്മൾ പോസിറ്റീവ് ഇൻഡെക്സ് വഴിയും നെഗറ്റീവ് ഇൻഡെക്സ് വഴിയും ചെയ്യാൻ നോക്കാം. സോ ഹലോയുടെ കേസിൽ നമുക്ക് എന്താണ്, എച്ച് എന്ന് പറയുന്നത് 0th ഇൻഡെക്സ് ആണ്, അപ്പോൾ അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇയാൾ എന്ന് പറയുന്നത് 5th ഇൻഡെക്സിലാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 എന്ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഹലോ കിട്ടി അല്ലേ. ഇനി നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സ് വഴി എങ്ങനെ ചെയ്യാം? നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് എച്ച് ആണ്. ഓക്കെ, എച്ച് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നെഗറ്റീവ് ഇൻഡെക്സിൽ വരുന്ന സമയത്ത് എണ്ണി നോക്കേണ്ടി വരും. ഓക്കെ ഓക്കെ, നമ്മൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 0 മുതൽ -0 -1 -2 -3 -4 -5 -6 കൊടുക്കാം. എന്താ സംഭവിക്കാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നൈസ്, ഹലോ കിട്ടി. അപ്പൊ എന്താ സംഭവിച്ചത്? ആദ്യത്തെ നമ്മൾ ഒന്നും കൊടുത്തില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ പിക്ക് ഫ്രം ദ 0th ഇൻഡെക്സ്. ഓക്കെ, ദെൻ -6 എവിടെ കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നത്. സോ ഇതാണ് -6, അത് എക്സ്ക്ലൂഡർ ആണ്. സോ -5 വരെയുള്ള, സോറി -7 വരെയുള്ള ഇൻഡെക്സിലുള്ള ഡാറ്റ, സോറി ക്യാരക്ടേഴ്സിനെ എടുത്ത് കാണിക്കും. സോ ഇത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഇറ്റ്സ് വെരി സിമ്പിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സ്ലൈസിങ്. സോ സ്ലൈസിങ്ങിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കോൺസെപ്റ്റ് ഇനിയും മനസ്സിലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ നെക്സ്റ്റ് പോർഷനോട് പോവാണ്. നെക്സ്റ്റ് മെത്തേഡ് ഈ സ്ട്രിംഗ് മെത്തേഡ്സ്. സോ സ്ട്രിങ്ങിന് കുറേ ഡിഫോൾട്ട് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, സോ അതെന്തൊക്കെയാന്ന് നോക്കാം. സോ നമ്മൾ സ്ട്രിംഗ് മെത്തേഡ്സ് ഞാനിവിടെ മറന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ആദ്യം നമ്മൾ ലോവർ. ഓക്കെ, ഇപ്പം നമ്മൾ എ ഇസ് ഈക്വൽ ടു ഹലോ വേൾഡ് എന്ന് വിളിക്കാം. ഓക്കെ,
ജസ്റ്റ് പ്രിന്റ് എ. പ്രിന്റ് എ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഹലോ വേൾഡിന് കിട്ടും. വേറെ എന്നാ കിട്ടാനാ അല്ലേ? ഹലോ വേൾഡ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ സാധനം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഓരോ ഇതിനെന്താ പ്രത്യേകത? ഇതിന്റെ ഫസ്റ്റ് വേർഡിന്റെ ഓക്കെ, ഫസ്റ്റ് വേർഡിന്റെ എച്ച് ക്യാപിറ്റലാണ്, രണ്ടാമത്തെ ഡബ്ല്യു എന്താണ് ക്യാപിറ്റലാണ്. സോ നമുക്കിതെല്ലാം ഒരു ലോവർ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ലോവർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സോ നമ്മൾ ഈ മെത്തേഡ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി ബിൽഡ് ഇൻ മെത്തേഡ് ആണ്. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടുന്നതാണ് ഹലോ വേൾഡ്. സോ നെക്സ്റ്റ് ഈസ് അപ്പർ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്യാപിറ്റലാണ്, മറ്റെല്ലാം സ്മോൾ ലെറ്റർ ആണ്, ഇത് ക്യാപിറ്റലാണ്, ഇത് സ്മോൾ ലെറ്റർ ആണ്. നമ്മളിവിടെ ഇതിന് പകരം അപ്പർ എന്ന് കൊടുത്താൽ സംഭവിക്കാം. അപ്പർ എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കും? അതെല്ലാം കൂടെ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ ആയി മാറും. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈറ്റിലാണ്. സോ ടൈറ്റിൽ ഈസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ ടൈറ്റിൽ നമ്മൾ ജസ്റ്റ് വിളിച്ചാൽ എന്താ സംഭവിക്കുക? ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല അല്ലേ? ആക്ച്വലി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എച്ചിനെ നമ്മൾ ആ ഒരു വേർഡിന്റെ അകത്തുള്ള ഒരു സെന്റൻസിന്റെ അകത്തുള്ള ഓരോ ഫസ്റ്റ് ലെറ്ററിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ലെറ്ററിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റുന്നത്. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, എച്ചിനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നുണ്ട്. ഡബ്ല്യുവിനെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നത്. സോ നമ്മൾ നേരത്തെ ഓൾറെഡി ഇവിടെ എച്ച് ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കാതിരുന്നത്. ഓക്കെ. സോ അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡിനെ പറയുന്ന പേരാണ് ക്യാപിറ്റലൈസ്. സോ ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എന്താ സംഭവിച്ചേ? ഓ നൈസ്. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ ഓരോ വേർഡിന്റെ അകത്തുള്ള ഫസ്റ്റ് ക്യാരക്ടറിനെയും ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നില്ല, പകരം ഒരു സെന്റൻസിന്റെ അകത്തുള്ള ആദ്യത്തെ ലെറ്ററിനെ ക്യാപിറ്റൽ ആക്കി മാറ്റുന്നുണ്ട്. സോ ഹലോ വേൾഡിന്റെ അകത്ത് ഡബ്ല്യു എന്തില്ല? ക്യാപിറ്റൽ ലെറ്റർ അല്ല. സോ അത് മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് സ്ട്രിപ്പ് ആണ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ സ്ട്രിപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നു, എനെ റൺ ചെയ്യുന്നു. ഓക്കെ, എ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ആ സ്പേസോട് കൂടി കിട്ടുക. കാരണം എന്തുകൊണ്ടാ? ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു അറേ പോലെ കൺസിഡർ ചെയ്യുക. സോ ഓരോ ഈച്ച് സ്പേസും എന്താണ്? അതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റ് ആണ്. ഓക്കെ, സോ ഈ സ്പേസോട് കൂടിയ വരിക. സോ നമുക്ക് ഇതിനെ സ്ട്രിപ്പ് ചെയ്യണം. നമുക്ക് സ്പേസ് ഒന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റിലുള്ള ഈ സ്പേസും വേണ്ട, ലാസ്റ്റിലുള്ള ഈ സ്പേസും വേണ്ട എങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് സ്ട്രിപ്പ്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എന്താ സംഭവിച്ചേ? ഇതും പോയി, ഇതും പോയി. ഇവിടെ നമുക്ക് സ്പേസ് ഇല്ല, ഇപ്പോൾ ഇവിടെയും സ്പേസ് ഇല്ല, രണ്ടും പോയി. ഓക്കെ, വെരി നൈസ് അല്ലേ? അടുത്തത് ഇനി എൽ സ്ട്രിപ്പ് ആൻഡ് ആർ സ്ട്രിപ്പ്. സോ ഇത് വെറൈറ്റി ആണ്. നമ്മൾക്ക് ഈ ലെഫ്റ്റിലുള്ള ഈ ഒരു സ്പേസ് മാത്രം വേണ്ട, ഇത് ഇവിടെ വേണം എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒരു എൽ കൊടുക്കുക, ലെഫ്റ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു? സോ ലെഫ്റ്റിലുള്ള ആ ഒരു സ്പേസിനെ എന്ത് ചെയ്യുന്നതാണ്? അത് സ്ട്രിപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്പേസ് കാണാൻ സാധിക്കില്ല, പക്ഷെ ഇവിടെ എന്തുണ്ട്? ആക്ച്വലി ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ അതുകൊണ്ട് കാണാൻ സാധിക്കാത്തതാണ്. ഓക്കെ, സെലക്ട് ചെയ്ത പോർഷൻ നോക്കിയാൽ മതി. സോ ഓക്കെ, ഇതെന്താണ്? സെലക്ട് ആവുന്നുണ്ടോ? സോ ഇവിടെ സ്പേസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് എൽ സ്ട്രിപ്പ്. സോ അപ്പോൾ എന്തായിരിക്കും ആർ സ്ട്രിപ്പ്? തിരിച്ചായിരിക്കും. ഓക്കെ, ലെഫ്റ്റിലുള്ള സ്പേസിന് എന്ത് ചെയ്യില്ല? അത് തൊടത്തില്ല. റൈറ്റിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല? ഉണ്ടോ? എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇവിടെ സ്ട്രിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് റൈറ്റ് സ്ട്രിപ്പ്. ഓക്കെ, നൈസ്. ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് ആണ്. സോ റീപ്ലേസ് എന്താ നോക്കാം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഹലോ വേൾഡ് തന്നെ എടുക്കാം. ഓക്കെ, ഓക്കെ 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 സോ നമുക്കിതൊന്ന് കളയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നു, നമുക്ക് ഹലോ വേൾഡ് കിട്ടുന്നു. ഇനി എന്താണ് സ്ട്രിപ്പ് എന്ന് നോക്കാം. ഇപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ ഹലോ വേണ്ട, അതിന് പകരം ഹായ് വേൾഡ് എന്നാക്കണം എന്ന് വിചാരിക്കുക. സോ എന്താ എനിക്ക് ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യേണ്ടത് ഏൻ്റെ അകത്തുള്ള ഈ ഹലോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഹായ് എന്ന് പറയുന്ന ഒരു വേർഡ് കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പേരാണ് റീപ്ലേസ്. ഓക്കെ, സോ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സിൻടാക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഓൾഡ് കൊടുക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ന്യൂ കൊടുക്കണം. ജസ്റ്റ് എൻ്റർ ചെയ്യുക. സോ നമ്മൾ ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് എന്തായിരുന്നു? നമ്മൾ അതിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഹലോനെ റീപ്ലേസ് ചെയ്യാൻ പറയാണ്. സോ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഒരു കോമ ഇട്ട് കൊടുക്കുക, അതിനുശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കുക എനിക്ക് ഹലോനെ റീപ്ലേസ് ചെയ്യേണ്ടത് ഹായ് വെച്ചിട്ടാണ്. ഓക്കെ, വെരി നൈസ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്ത് കിട്ടി? നൈസ്, ഹായ് വേൾഡ്. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ സാധിക്കാണ് ഓൾഡ് ന്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ഇനി സപ്പോസ് ഇവിടെ ഒരു വേൾഡ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു ഇതിന് അർത്ഥമൊന്നുമില്ല. ഹലോ വേൾഡ് വേൾഡ് ഇപ്പൊ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹായ് വേൾഡ് വേൾഡ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു കൗണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ 1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, നൈസ്. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പൊ സംഭവിച്ചെന്താ വെച്ചാല് ഹായ് ആദ്യത്തെ ഹലോനെ റീപ്ലേസ് ചെയ്തിട്ട് ഹലോനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹായ് ആക്കിയിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഹലോനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ എന്താ? ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓക്കെ എനിക്ക് ഹലോനെ ഹായ് ആക്കണം, പക്ഷെ എത്ര തവണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? ഒരു തവണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ ഒരു തവണ മാത്രം ആദ്യത്തെ ഹലോനെ എന്ത് ചെയ്തു? ഹായ് ആക്കി. ഇനി ഇവിടെ 2 കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? 2 കൊടുത്തിരുന്നെങ്കിൽ രണ്ട് സ്ഥലത്തും ഹായ് ആകും. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ഒന്നും കൊടുത്തില്ലെങ്കിൽ എവിടെയൊക്കെയാണോ ഹലോ ഉള്ളത് അതിനെല്ലാം ഹായ് ആക്കും. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്, റൈറ്റ്? സോ അതാണ് റീപ്ലേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫൈൻഡ് എന്നാണ്. ഓക്കെ, സോ ഫൈൻഡ് എന്താ നമുക്ക് നോക്കാം. അതിനായിട്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് കളയാം. ഓക്കെ, ഞാൻ ഫൈൻഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഓ ഫൈൻഡ്. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചേ? ഓ 0. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫൈൻഡിന്റെ അകത്ത് കൊടുത്ത ഇൻപുട്ട് ആയിട്ടുള്ള ഹലോ ഇതിന്റെ അകത്ത് ഈ സ്ട്രിങ്ങിന്റെ അകത്ത് എത്രാമത്തെ ഇൻഡെക്സിലാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 0th ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇവിടെ എച്ച് എന്ന് പറയുന്നതിൽ ഇതിന്റെ ആദ്യത്തെ ക്യാരക്ടർ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഏത് ഇൻഡെക്സിലാണ്? 0 അല്ലേ? ഇനി ഞാൻ ഇ എന്ന് കൊടുക്കുക. എലോ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓ 1. എന്തുകൊണ്ടാണ് 1 വന്നേ? കാരണം ഇ കിടക്കുന്നത് ഫസ്റ്റ് ഇൻഡെക്സിലാണ്. സോ ഫൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സബ്സ്ട്രിങ്ങിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നൈസ്. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡിനെ പറയുന്ന പേരാണ് കൗണ്ട്. ഓക്കെ, കൗണ്ട്. സോ കൗണ്ട് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സബ് സ്ട്രിങ് ഇത് മെയിൻ സ്ട്രിങ് ആണെങ്കിൽ ഇത് സബ് സ്ട്രിങ് ആണ് അല്ലേ? ഈ സബ് സ്ട്രിങ് ഇതിൽ എത്ര തവണയുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു ഇത് 1 ടൈം. സോ ഇവിടെ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എലോ കൂടെ ഇവിടെ ഒരു ഹലോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഹലോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 2 എന്ന് കിട്ടി. കാരണം എന്താ? ഇവിടെ ഒരു എലോ ഉണ്ട്, ഇവിടെ മറ്റൊരു എലോ ഉണ്ട്. സോ കൗണ്ട് എന്ന് പറയുന്നത് എത്ര തവണ ആ സബ് സ്ട്രിങ് അതിൻ്റെ അകത്ത് വന്നു എന്നുള്ളതാണ്. ഓക്കെ, നൈസ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആണ്. സോ പിന്നെ സ്പ്ലിറ്റ് ആൻഡ് ജോയിൻ. സോ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്പ്ലിറ്റ് നോക്കാം. ജസ്റ്റ് അതിനായിട്ട് ഞാൻ സ്പ്ലിറ്റ് കൊടുക്കാം. സ്പ്ലിറ്റ് മെത്തേഡ് സ്പ്ലിറ്റ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വിളിച്ചു നോക്കാം എന്താ സംഭവിക്കാം. ഓ നൈസ്. എന്താ സംഭവിച്ചത്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. പക്ഷെ എന്ത് മാനദണ്ഡത്തിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ സ്പേസ് ഉണ്ടല്ലേ? ഈ സ്പേസ് ഉള്ളത് കാരണം വെച്ചാണ് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതൊരു പാരാമീറ്ററിനോട് ബേസിക്കലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഇവിടെ നമ്മൾ ഈ സ്പ്ലിറ്റിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സ്പ്ലിറ്റിൻ്റെ അകത്ത് നമ്മളൊരു പാരാമീറ്റർ അതിന് ഡെലിമീറ്റർ എന്നാ പറയാം. സോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ ചുമ്മാ ഒരു ഇ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഓ ഇട്ട് കൊടുക്കാം. എന്ത് സംഭവിക്കും നോക്കാം. റൺ ചെയ്യുന്നു. ഓ നൈസ്. ഇപ്പൊ എന്താ സംഭവിച്ചേ? എവിടെയൊക്കെയാണോ ഓ ഉള്ളത് അവിടെ വെച്ചത് സ്പ്ലിറ്റ് ചെയ്തല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഹെൽ എന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്? ഒരു സ്പേസ് ഡബ്ല്യു. വീണ്ടും ഓ വന്നു. അപ്പോൾ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. വീണ്ടും ഇവിടെ ഒരു ഓ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇത്രയും ഒരു ഒരു ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഒരു സ്പേസ് ഒരു എം ടി. ഓക്കെ, സോ ഇത്രയാണ് സംഭവിച്ചത്. അപ്പോൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മളെ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്ത് റീസൺ കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണം, സോ എന്തിന്റെ അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് അവിടെ നമ്മളൊരു ക്യാരക്ടറൂടെ പാസ് ചെയ്യേണ്ടതുണ്ട്. സോ അവിടെ നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്യണം. ഇനി ഒന്നും പാസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തെടുക്കാം? അത് സ്പേസ് എടുക്കും. ഓക്കെ, ഇപ്പോൾ എവിടെയൊക്കെയാണോ സ്പേസ് വരുന്നത് അവിടെ വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. വെരി നൈസ്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഹലോ വേൾഡ്. ഇപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഞാൻ എടുത്തിട്ട് ഒരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യാൻ പോകണം. ഓക്കെ, സ്പ്ലിറ്റഡ്. ഓക്കെ ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നൈസ്, റൈറ്റ്?
സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റഡ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് നമുക്കൊരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ലിസ്റ്റിൻ്റെ അകത്ത് എന്തുണ്ട്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത ഓരോ വേർഡ്സ് ഉണ്ട് അല്ലേ, ഇവിടെ സ്പേസ് വെച്ച് സ്പേസ് ചെയ്തപ്പോൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇതെല്ലാം നമുക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത്. സോ ഇതിനകത്ത് 3 എലമെന്റ്സ് ഉണ്ട്. ഇനി ഇവിടെയാണ് നമുക്ക് നെക്സ്റ്റ് ജോയിൻ എന്ന് പറയുന്ന മെത്തേഡ് കടന്നു വരുന്നത്. സോ എന്താണ് ജോയിൻ? സോ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്, സ്പ്ലിറ്റ് ചെയ്തതിനെ നമുക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഈ ഒരു ലിസ്റ്റിന്റെ അകത്ത് ഇത്രയും വേർഡ്സിനെ നമുക്ക് തിരിച്ച് സ്ട്രിങ് ആക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സോ അതിനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ജോയിൻ. സോ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സ്പ്രിന്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് സ്പേസിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഡോട്ട് ജോയിൻ, ജോയിൻ സ്പ്ലിറ്റഡ്, സോറി, ഓക്കെ ടാബ് അടിച്ചു. സോ ജോയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു, അതിൻ്റെ അകത്തോട്ട് സ്പ്ലിറ്റ് ചെയ്ത ലിസ്റ്റിനെ പാസ് ചെയ്യുന്നു. ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓ വെരി നൈസ്. ഇപ്പം എന്താ സംഭവിച്ചേ, ഹലോ ഹലോ, പക്ഷേ സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് സ്പേസ് വേണമെങ്കിൽ ജസ്റ്റ് സ്പേസ് കൊടുക്കാം. ഇനി റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഓക്കെ തിരിച്ച് എന്തായിട്ടുണ്ട്, അത് തിരിച്ച് പഴയ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. സോ സ്പ്ലിറ്റ് ചെയ്ത ഐട്രബിളിനെ അല്ലെങ്കിൽ ലിസ്റ്റിനെ തിരിച്ച് ഒരു സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ ജോയിൻ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് പിന്നെ ഇവിടെ ഇത് തന്നെ കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് സ്റ്റാർ ഇടാം. എന്താ സംഭവിക്കാം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ എന്ത് ചെയ്ത് തിരിച്ച് ജോയിൻ ചെയ്തു, പക്ഷേ ഓരോ വേർഡ്സിൻ്റെ ഇടയിൽ എന്തിട്ട് സ്റ്റാർ കിട്ടി, കാരണം സ്റ്റാർ വെച്ചിട്ടാണ് അതിനെ ജോയിൻ ചെയ്യുന്നത്. സോ നമ്മുടെ ലിസ്റ്റ് എടുക്കും, അതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റിനും എടുക്കും, ഒരു സ്റ്റാർ വെച്ച് കൊടുക്കും, അടുത്ത എലമെന്റിനെ കൺകാറ്റനേറ്റ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജോയിൻ വർക്ക് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.